നമസ്കാരം. ഈജിപ്തിലെ ഷാം എൽ ഷെയ്ഖിൽ നടക്കുന്ന സമാധാന ഉച്ചകോടിക്ക് പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ അതീവ പ്രാധാന്യമുണ്ട്. ഗാസ മുനമ്പിലെ ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കാനും മേഖലയിൽ ശാശ്വത സമാധാനം സ്ഥാപിക്കാനുമുള്ള ഒരു അന്താരാഷ്ട്ര കൂട്ടായ്മയാണ് ഇത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സിസും സംയുക്തമായി അധ്യക്ഷത വഹിക്കുന്ന ഈ ഉച്ചകോടി 20-ലധികം രാജ്യങ്ങളുടെ നേതാക്കളെ ഒരുമിച്ച് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോഴിതാ ഈജിപ്തിൽ നടക്കുന്ന ഈ സമാധാന ഉച്ചകോടിയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ക്ഷണം ലഭിച്ചു എന്നൊരു വാർത്ത പുറത്തു വരുന്നുണ്ട്. 20 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾക്ക് ക്ഷണമുണ്ട്. അതിനൊപ്പമാണ് മോദിയെയും വിളിച്ചിട്ടുള്ളത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് സിസി എന്നിവരാണ് മോദിയെ ക്ഷണിച്ചത്. ഇരുവരും സംയുക്തമായി നയിക്കുന്നതാണ് സമ്മേളനം. ശനിയാഴ്ച രാത്രിയാണ് മോദിക്ക് ക്ഷണം ലഭിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. നരേന്ദ്രമോദി ഈജിപ്തിലേക്ക് പോകുമോ എന്ന് വ്യക്തമല്ല. പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക് നീങ്ങുന്നതിൽ നിർണായകമാകുന്ന ഉച്ചകോടി തിങ്കളാഴ്ച വൈകിട്ടാണ് ആരംഭിക്കുക. അമേരിക്ക, തുർക്കി, ഈജിപ്ത്, ഖത്തർ എന്നീ രാജ്യങ്ങൾ നിരന്തരമായി നടത്തിയ ചർച്ചയാണ് ഇസ്രായേൽ പലസ്തീൻ യുദ്ധം അവസാനിപ്പിക്കാൻ കാരണം. വെടിനിർത്തൽ കരാർ വെള്ളിയാഴ്ച നിലവിൽ വന്നു. തിങ്കളാഴ്ചയാണ് ഉച്ചകോടി. കരാറിന്റെ ആദ്യ നടപടികൾ വൈകാതെ ആരംഭിക്കും. അതിനിടെ ഉച്ചകോടിക്ക് എത്തിയ ഖത്തറിന്റെ പ്രതിനിധികൾ വാഹന അപകടത്തിൽ മരിച്ചു. വെടിനിർത്തൽ കരാർ വെള്ളിയാഴ്ച നിലവിൽ വന്നു. തിങ്കളാഴ്ചയാണ് ഉച്ചകോടി. കരാറിന്റെ ആദ്യ നടപടികൾ വൈകാതെ ആരംഭിക്കും. ഇസ്രായേൽ ഹമാസ് പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുമോ എന്നതും നിർണായകമാണ്. അതേസമയം ലോകത്തെ പ്രധാന സമാധാന സമ്മേളനമാണ് ഈജിപ്തിൽ നടക്കാൻ പോകുന്നത്. അതിൽ നരേന്ദ്രമോദി പങ്കെടുത്താൽ ചരിത്രത്തിന്റെ ഭാഗമായി മാറും. മാത്രമല്ല, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നേരിട്ട് ചർച്ച നടത്താനുള്ള അവസരവും ലഭിക്കും. ഇന്ത്യക്കെതിരെ 50% ചുങ്കം ചുമത്തിയ ട്രംപ് അടുത്തിടെ നിലപാട് അല്പം മയപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് ഒരു ആശ്വാസമാണ്. മാത്രമല്ല, ഈജിപ്തുമായി സഹകരണം ശക്തമാക്കുന്നതും ഇന്ത്യക്ക് നേട്ടമാകുമെന്ന് വിലയിരുത്തുന്നു. അതുവഴി പശ്ചിമേഷ്യൻ സാന്നിധ്യം ശക്തമാക്കാൻ സാധിക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ത്യ പലസ്തീനിലെ സമാധാന നീക്കങ്ങൾക്കൊപ്പമാണെന്ന് തെളിയിക്കാനുള്ള അവസരം കൂടെയാണ് ഇത്. അതുകൊണ്ട് തന്നെ മോദി നേരിട്ട് പങ്കെടുത്തേക്കാമെന്ന അഭിപ്രായങ്ങളുമുണ്ട്. സ്പെയിൻ, ജപ്പാൻ, അസർബൈജാൻ, അർമീനിയ, ഹംഗറി, എൽ സൽവാദർ, സൈപ്രസ്, ഗ്രീസ്, ബഹ്റൈൻ, കുവൈറ്റ്, കാനഡ തുടങ്ങിയ രാജ്യങ്ങൾക്കെല്ലാം സമ്മേളനത്തിലേക്ക് ക്ഷണമുണ്ട്. കഴിഞ്ഞ ദിവസം നിയുക്ത US അംബാസിഡർ സെർജിയോ ഗോൾ നരേന്ദ്രമോദിയെ ദില്ലിയിൽ വെച്ച് കണ്ടിരുന്നു. അതും അനുനയ നീക്കമായി വിലയിരുത്തപ്പെടുന്നുണ്ട്. എന്തായാലും ഇനി ഉച്ചകോടിയിൽ നരേന്ദ്രമോദി പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.